ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ രാജിവെച്ചു. മുൻ കോൺഗ്രസ് നേതാവ് എ.വി. ഗോപിനാഥിനെ ചെയർമാനാക്കുന്നതിന്റെ ഭാഗമായാണ് രാജി. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയോടുകൂടി ആ ഒരു രാജി സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത് അത് ബോർഡ് അംഗീകരിച്ചു എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വി.കെ. വിജയൻ രാജിവെച്ചിരിക്കുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ രാജി. നേരത്തെ ഇനി കാലാവധി തീരാൻ ഇനിയും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. മാർച്ച് 14-നാണ് ഈ ബോർഡിന്റെ 3 വർഷത്തെ കാലാവധി അവസാനിക്കുന്ന. ആ ബോർഡിലേക്കാണ് ഇപ്പോൾ തന്നെ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുനർനിയമനം അല്ലെങ്കിൽ ഒരു തുടർ നിയമനം ഇനി ഉണ്ടാകണം. അതിനുവേണ്ടി എ.വി. ഗോപിനാഥിന്റെ പേര് മുൻ കോൺഗ്രസ് നേതാവും പെരിങ്ങോട്ടുകുറിശ്ശിയിലെയും പാലക്കാട് DCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന കോൺഗ്രസ് നേതാവ് എ.വി. ഗോപിനാഥിന്റെ പേരാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. ആ ഒരു ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIM നേതൃത്വത്തെയും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വി.കെ. വിജയൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എ.വി. ഗോപിനാഥിനെ ചെയർമാനാക്കാൻ വേണ്ടി ആണ് ഈ ഒരു പൊടുന്നനെയുള്ള രാജി. ഇനിയും മാർച്ച് 14-നാണ് അദ്ദേഹത്തിന് കാലാവധി കഴിയുന്നത്. അതിന് കാത്തു നിൽക്കാതെയാണ് ഈ രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ശ്രീജിത്ത് ശ്രീകുമാറാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.